നമസ്കാരം, എൻ്റെ പേര് സോമൻ. ഇത് ഷീലയാണ് എൻ്റെ വൈഫ്. ഇന്ന് നിങ്ങളിവിടെ ഒരു സ്പെഷ്യൽ പായസം ഞങ്ങൾ ഉണ്ടാക്കാൻ പോവാണ്. ഓണക്കാണല്ലോ വരാൻ പോകുന്നത്. അപ്പോ ഷീല വിശദമായിട്ട് പായസത്തെ കുറിച്ച് പറയും. എക്സ്പെർട്ട് ആണ്. ഈ പായസം എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ട്രഡീഷണൽ ആണ് പായസം. ഗോതമ്പ് പൊടി കൊണ്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. എന്റെ അമ്മയൊക്കെ ഇത് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിരുന്നു. ഞാനായിട്ട് ഒരു കുറച്ച് പുതുമയും കൂടി കൊടുത്തിട്ട് ഗോതമ്പ് പൊടി കൊണ്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അതെങ്ങനെ നോക്കിയതൊക്കെ ആയിക്കോട്ടെ. പായസത്തിന് ആവശ്യമുള്ള ചേരുവകള്: ഗോതമ്പ് പൊടി 1/4 കപ്പ്, നാളികേരപ്പാല് 1/4 പാല് എടുത്തു, പിന്നെ 2/2 പാല്, പിന്നെ ഈത്തപ്പഴം 2/2 പാലിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്, പിന്നെ കുറച്ച് പുട്ടിന്റെ പൊടി ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്, അരിപ്പൊടി, പിന്നെ നാളികേരം ചെരുകിയത്, പിന്നെ നെയ്യ് വേണം, പഴം, പിന്നെ ശർക്കര ഉരുക്കിയതാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. നമ്മളിവിടെ പായസത്തിനുള്ള പാത്രം അടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഗോതമ്പ് പൊടിയാണ്. നമ്മളൊരു 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എല്ലാം എടുത്തിട്ട് പിന്നെ വെള്ളം ചേർത്ത് ദോശമാവിന്റെ പരുവത്തിലാണ് വേണ്ടത്. നല്ല തിക്ക് ഉള്ള ബാറ്റർ അല്ല വേണ്ടത്. അത് നമ്മൾ കട്ട കെട്ടാതെ ഇളക്കണം. അതാണ് പ്രത്യേകത. പായസത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു സ്പെഷ്യൽ പായസം നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ. അതെന്താ വെച്ചാൽ ഇത് നമ്മൾ ഈ ബനാന ബൗൾസ് ചേർത്തുള്ള ഒരു പായസമാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. അതിന്റെ നമ്മൾ ഈ പായസം കൂടുതൽ അത് തന്നെയാണ്. ഇവിടെ നമ്മളത് നമ്മുടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്താ വെച്ചാൽ ഇതിൽ നമ്മളിതിൽ ചേർക്കാൻ പോവാം. ആയിക്കോട്ടെ. നമുക്ക് 2/2 പാല് പൊടിക്കാം. 2/2 പാലാണ് നമ്മൾ പൊടിക്കാൻ പോകുന്നത്. സ്റ്റവ് വെച്ചിട്ടുണ്ട്. 2/2 പാലാണ് ഇത് വേവിക്കേണ്ടത്. 2/2 പാലില് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇവിടെ നമ്മൾ ചേർക്കണം. ചൂടാവാൻ പാടില്ല കേട്ടോ. ചൂടാവുന്നതിന് മുന്നേ നമ്മൾ ഗോതമ്പ് പൊടി കലക്കിയ ദോശയുടെ പരുവം തന്നെയാണ്. ദോശമാവിന്റെ പരുവം നമുക്കിത് ഒഴിക്കാലോ. ആയിക്കോട്ടെ. ഇത് കട്ട കെട്ടാതെ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കും. സ്റ്റവ് മീഡിയം തീയിൽ വെക്കണം കേട്ടോ. നമ്മളത് ഇളക്കൊണ്ടിരിക്കണം. ശർക്കര ഉരുക്കിയതാണ്. ചേർക്കാൻ പോകണം. അത് ഒഴിച്ചാലോ? മെയിനായിട്ട് നമ്മളത് ഇളക്കുന്നതിനാണ്. പ്രയാസം ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. സ്ട്രെയിൻ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ്. ഇതിന്റെ ഒരു പാരമ്പര്യത്തിന്റെ ഘട്ടം കൂടി ഉണ്ട്. പണ്ട് കാലത്ത് നമ്മള് പാലക്കാട് ജില്ലയുടെ ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് ഒറ്റപ്പാലം, പെട്ടെന്ന് ഈ ഭാഗങ്ങളിൽ ഉണ്ടാക്കിയ പായസം. പക്ഷെ ഇതല്ല, നമ്മളെന്താ വെച്ചാൽ ഗോതമ്പ് പൊടിയല്ല, അതിന് പകരം അരിപ്പൊടിയാണ് നമ്മൾ ചേർത്തത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു പായസമാണ്. നാളികേരം ചെറുകിടല് ഒരു പ്രത്യേകതയാണ്. പിന്നെ മുന്നേ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് നല്ല ഒന്ന് കുറുക്കണം. കുറുകി വരുമ്പോ പിന്നെ നമ്മൾ നാളികേരം ചേർക്കുക. പിന്നെ അതിനോട് കൂടിയിട്ട് ഇപ്പൊ നമുക്ക് ഇതുണ്ടല്ലോ, എന്താ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളികേരപ്പാല് കുതിർത്തി. ഇതൊന്നും മുന്നേ ചേർത്തില്ല. അത് ചേർക്കാം. അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു രസമാണ്. നമ്മൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇതില് നാളികേരം ചരുകി വെച്ച് നാളികേരം ചേർക്കുന്നുണ്ട്. ഇത് ഏകദേശം എത്ര ഉണ്ടാവും? അരമുറി നാളികേരം. ഇതും കൂടി ഇതിന് ഒരു ടേസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒപ്പം തന്നെ അതിന്റെ നമ്മള് 1/4 പാല് ചേർത്തിട്ട് നല്ല തള വരാൻ പാടില്ല. അത് പ്രത്യേകത. കുറച്ച് വെള്ളം തെളിച്ചിട്ട് നമ്മൾ എടുക്കുന്ന പാലാണ് 1/4 പാല് ചേർക്കാം. കുറുകി വന്നിട്ടുണ്ട്.
ഇനിയിപ്പോ നമ്മൾ അടുത്തത് ഇതിൽ ചേർക്കാൻ പോകുന്നത് ഇതാണ്. ഏലക്ക, ഏലക്ക, ചുക്ക്, ചുക്ക്, പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചതാണ്. 1/4 ടീസ്പൂണാണ് ഇത് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരത്തേക്ക് നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം. എപ്പോഴും പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാത്രഭാഗം പറയും, കുറച്ച് നേരം ഇതിൽ തന്നെ ഇരിക്കണം. എന്നിട്ട് പറഞ്ഞല്ലോ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ബനാന ബോൾസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇതിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ടേസ്റ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഒരു 6 എടുത്തിട്ടുണ്ട്. ചെറുതാണ്, ചെറിയ പഴമാണ്. ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ ഉടയ്ക്കണം. കൈ കൊണ്ട് നന്നായിട്ട് ഉടയ്ക്കണം. ഇത് നമ്മൾ ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ പായസത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അരിപ്പൊടി അരിപ്പൊടി നമ്മൾ എത്ര ചേർക്കുന്നുണ്ട്? അരിപ്പൊടി കുറച്ച്, പഴം കൂടുതലും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി മതി. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ലേശം ഏലക്ക, കൂടാതെ ഏലക്കപ്പൊടി ഒരു കാൽ കുറച്ച് മതി. പിന്നെ ഒരു തരി ഉപ്പ്, പിഞ്ച് ഒരു പിഞ്ച് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ട് നമ്മളതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് നെയ്യിൽ വറുത്ത് പോരാനാണ്. മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കണല്ലോ, അതിൽ നെയ്യിലാണ് ഉണ്ടാക്കണത്. 2 സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ വേണ്ടി നെയ്യ് ഒഴിക്കുക. ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉണ്ടാക്കാനുണ്ട്. ഇനി നമ്മൾ ഇത് ഇപ്പൊ ഉണ്ടാക്കിയത് പഴം ചെറിയ ബോളായിട്ട് നമ്മൾ ഇട്ട് നമ്മൾ പുറത്ത് കോരി നമുക്ക് എടുക്കാം. കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. വേറെ ഇതിൽ നെയ്യൊന്നും ചേർക്കുന്നില്ല നമ്മള്. ഈ നെയ്യ് അതാണ് ബോൾസ് ഏകദേശമായിട്ടുണ്ട്. വറുത്ത് കോര. പായസത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടാക്കി വെച്ച ബോൾസ് ബനാന ബോൾസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതാണ്. അത് നമ്മൾ ഇതിൽ ചേർക്കണം. അതാണ് അതിന്റെ ഈ പായസത്തിന് രുചി കൂട്ടുന്നത്. നമ്മൾ റെഡി ആയിട്ടുണ്ട്. അതിന്റെ കൂടെ ഓണത്തിനോടനുബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ പപ്പടം, പിന്നെ നമ്മള് ഈ മുക്കുറ്റിയുടെ പ്രത്യേകത എന്താണ്? മുക്കുറ്റി ദശപുഷ്പങ്ങളിൽ 1ാം സ്ഥാനാണല്ലോ മുക്കുറ്റി. ഇവിടങ്ങളില് മുക്കുറ്റി കർക്കിടകത്തിൽ തന്നെ ഞങ്ങള് മുക്കുറ്റി ചാറ് നെറ്റിയിൽ തൊടാറുണ്ട്. മുക്കുറ്റി ടേസ്റ്റില്ലേ? വളരെ ടേസ്റ്റ് ഉണ്ട്. അതിന് പ്രത്യേകത നമുക്ക് ശരിയിട്ട് നാളികേരം നമ്മൾ കടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഫീലാണത്. very ടേസ്റ്റ് ആണ്. അതുകൂടെ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത ബോൾസും കഴിച്ചു നോക്കാം. വളരെ ടേസ്റ്റാണ്, വളരെ ഡെലിഷ്യസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരികയെങ്കിൽ വീട്ടില് എപ്പോഴും ഗോതമ്പ് പൊടി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കി നോക്കണം. ടേസ്റ്റാണ്. വയറിനും വലിയ പ്രശ്നമില്ല. അധികം മധുരം വേണ്ടാത്തവർക്കും ശർക്കര കുറച്ച് കുറയ്ക്കാം. ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ഗോതമ്പ് ബോൾസ് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.